കമോൺ ഗായ്സ്, നമ്മളിത് ജോക്കർ 2 മൂവി കാണാൻ വേണ്ടി പോകണതാണ് ചെമ്പൂരിലുള്ള ക്യൂബിക് മാളിൽ. ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഒരു 10-30 മിനിറ്റ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത് ഞാൻ ഈ പടം കട്ട വെയിറ്റിംഗ് ആണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ആൻഡ് ഓൺലി ഹാർലി ക്വിൻ. ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ചും കൂടി ഇഷ്ടം കൂടാൻ കാരണം നമ്മുടെ ജോക്കറുണ്ട് ഒരു സൈഡിൽ, ഫിനിക്സ് ഉണ്ട്. പക്ഷെ അതല്ല, ലേഡി ഗാഗ ആ ക്യാരക്ടർ ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്കെന്തോ പ്രത്യേക ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കാണാനായിട്ട്. അപ്പോൾ അതെന്താണ് എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് നോക്കിയിട്ടും വരാം. സോ ലെറ്റ്സ് ഗോ. അപ്പം അങ്ങനെ നമ്മൾ ഓട്ടോ കയറി. ഇവിടുത്തെ ഓട്ടോ ഒക്കെ കിടിലനാണ്, സ്കിൽഡ് ഡ്രൈവേഴ്സാണ്. ഒരു ഇച്ചിരിക്കോളം ഗ്യാപ്പ് ഇട്ടിട്ട് അവന്മാർ ഫ്രണ്ടിൽ വണ്ടിയായിട്ട് ഇച്ചിരിക്കോളം ഗ്യാപ്പ് ഇട്ടിട്ട് അവന്മാർ ഓടിക്കുകയുള്ളൂ. അത് നിർത്തണൊക്കെ മതി. നമുക്ക് പേടിയാവും, പുറത്തുനിന്ന് ഒരാൾ ഫസ്റ്റ് ടൈം തന്നെ ഭയങ്കര പേടിയാവും, ഓഫ് ഇടിച്ചെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മതേ പയ്യെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടുകൊണ്ട് സാധനം കൊള്ളാം അല്ലേ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവമാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ ക്രൗഡ് ഇച്ചിരി കുറവാണല്ലോ, അന്ന് വന്നപ്പോൾ ഇച്ചിരി കുറവുണ്ടായിരുന്നു. കണ്ട ആ ഒരു ഓട്ടോ പോയ പോക്കണ്ട, അതുപോലത്തെ സ്കിൽഡ് ഡ്രൈവേഴ്സ് സാധനം നോക്കിയേ, അടിപൊളിയല്ലേ. വേവിങ് ലേഡി, അത് ചുമ്മാ പറഞ്ഞ വരണ്ട, സാധനം അടിപൊളിയായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അതേ വഴിയോര കാഴ്ചകളും ഇവിടെ പണിക്കാനൊക്കെ ആൾക്കാർ വരുന്ന, ജോബ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ലെറ്റ്സ് ഗോ. നമ്മുടെ ഈ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർ പുള്ളി തന്നെ നോക്കി, ഇവനെ എന്താണ് ഈ കാണിക്കണത് പണ്ട. ഒരു അപ്പുറത്തോട്ട് ക്യാമറ ഓടിക്കണേ, ഇപ്പുറത്ത് ക്യാമറ ഓടിക്കണേ, ഇതെന്താണ്. നമ്മളത് ഇങ്ങനെ പയ്യെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകും. സാധനം കൊള്ളാമല്ലേ, പുല്ല് മീഡിയേറ്ററിൽ പുല്ലല്ല ചെടി, സാധനം നൈസായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. രസമുണ്ട് കാണാനായിട്ട്. ഓസം ഗ്രാസ്. ദി അനദർ ലേഡി, ഇതും കൊള്ളാമല്ല. അങ്ങനെ എന്താ ചൂണ്ടിക്കാണിച്ചോണ്ടിരിക്കണം. ഇതൊരു അടുത്തൊരു ചിൽഡ്രൻസ് പാർക്ക് പോലത്തെ ഒരു പാർക്കാണ്. ഇത് ഒരുത്തിന് ഓട്ടോനെ ഓടി തോപ്പിക്കണം. ഞങ്ങൾ ജയിച്ചേ. ഈ പാർക്ക് കൊള്ളാമല്ലേ, അത്യാവശ്യം നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു പ്ലേസൊക്കെ കാര്യങ്ങളൊക്കെ സൂപ്പറല്ലേ. ഇന്ത്യൻ നേവിയുടെ അഭിമാന പുരസ്കരമായ ഒരു ഫ്ലൈറ്റ്, പേരൊന്നും അറിയില്ല. സാധനം കൊള്ളാമല്ലേ. ഇത് ഗോൾഡുകളല്ലേ പണിതാക്കണം. പിന്നെ പക്കത്തൊരു ഫ്ലൈ ഓവർ പോകുന്നു ഗൈസ്. പിന്നെയും ആ മീഡിയേറ്റർ പിന്നെയും വന്നു, പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മുന്നോട്ട്. പിന്നെ ഈ സംഭവം കണ്ട, ഈ ഗോൾഫാണ്, ഗോൾഫ് അക്കാഡമിയാണ് ഇവിടെ. ഇത് സ്റ്റാർട്ടിംഗ് ആണ്, ഈ ഗ്രൗണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് ആണ് അതിൻ്റെ. ഇത് വേറെ ഏതൊരു അതുപോലത്തെ ഒരു സ്ഥലം തന്നെയാണ്. ഇത് പാർക്ക് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇഷ്ടംപോലെ പാർക്കുകളുണ്ട്. ചെമ്പൂർ ഇഷ്ടംപോലെ മലയാളീസ് കുറേ ഉണ്ട് കേട്ടോ ഈ ചെമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇത് ഗോൾഫിൻ്റെ അക്കാഡമിയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. അടിപൊളിയാണ്, നൈസായിട്ടുണ്ട്. വീണ്ടും നമ്മൾ പുല്ലുകൾ കൊണ്ട് കണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. മുന്നോട്ട്.
പാനിപ്പൂരി അതെനിക്കൊരു വികാരമാണ്. ഞാൻ ഇവിടെ കണ്ടാലും മേടിച്ച് വയ്ക്കും. നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കുന്നതിന് നമ്മൾ നോക്കി അത് കുറേ ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വൃത്തിഹീനമാണെന്നൊക്കെ. പക്ഷെ എനിക്കിഷ്ടമാണ് ഈ സാധനം. നോക്കിയേ, വഴിയിൽ കണ്ട ഒരു റോസാണ്. ഇതെങ്ങനെയുണ്ട്? നൈസല്ലേ? ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു ദീപസ്തംഭമല്ല, ഒരു അശോകസ്തംഭം പോലത്തെ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കും ഇതെന്താണ് ഇവൻ ജോക്കർക്ക് കാണാൻ പോയിട്ട് തുമ്പാടും കണ്ടിട്ടും വന്നതെന്ന് വിചാരിക്കും അല്ലേ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അടുത്ത ആഴ്ചയാണ് റിലീസ് പടം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയണത് അടുത്ത ആഴ്ചയാണ് പടം റിലീസ്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ വേറെ അങ്ങനെ ഞാൻ പിന്നെ ബുക്ക് മെഷീൻ എടുത്ത് അയാളെ കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞ് ഡേറ്റ് നോക്കണമെന്ന്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇലിബിയനായിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെ അവിടെ കയറി കഴിഞ്ഞാൽ അപ്പോൾ അന്നത്തെ ദിവസം വേൾഡ് സിനിമ ഡേ ആണ്. അപ്പോൾ അന്നേരം 99 രൂപയ്ക്ക് നമുക്ക് സിനിമ കാണാം. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ തുമ്പാട് ഉണ്ടാകും. തുമ്പാട് ഞാൻ തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ നേരെ അത് കയറി കണ്ടു, നൈസായിരുന്നു, കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്നു. ഇതാണ് CST രാത്രി കാഴ്ചകൾ. CST എത്താമണ് നമ്മൾ അങ്ങാട് പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ ഒരു മിനിറ്റ് ഞാൻ ഇതാ കാണിച്ചു തരാം. അപ്പോൾ പൊക്കത്തൊരു സാധനം കണ്ട, അതാണ് വിക്ടോറിയ. ആ റെഡുകളല്ല, അതാണ് വിക്ടോറിയ ടെർമിനലിൻ്റെ മറ്റേ ഞാൻ നൈറ്റ് അന്ന് കാണിച്ചെന്നില്ലേ ആ ഒരു ഇത്. എൻ്റെ പേര് വിക്ടോറിയ ടെർമിനലെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അങ്ങനെയാണ് കുറച്ച് ഒറിജിനൽ. ആ ഗൂഗിളിലൊക്കെ അതാണ് കാണിക്കണത്. എൻ്റെ എക്സാക്ട്ലി പേരെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ CST വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മൂഞ്ചിപ്പോയ ദിവസമായി പോയി ഗൈസ്. ജോക്കർ 2 കാണാൻ പോയിട്ട് തുമ്പാട് കണ്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. CST റെയിൽവേ സ്റ്റേഷൻ എത്തി. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി, ആഗ്രഹിച്ച് പോയിട്ട് ഒരുമാതിരി ആയിപ്പോയി. ഇതാണ് CST രാത്രി കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നമുക്കത് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ.